വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇയ്യോബിൻ്റെ സുഹൃത്തായ എലീഫസ് തൻ്റെ പ്രതികരണം ആരംഭിക്കുന്നു. ഇയ്യോബ് അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് എലീഫസ് തൻ്റെ ദർശനം പങ്കുവയ്ക്കുന്നു. എലീഫസ് ഇയ്യോബ് മുമ്പ് പലരെയും ഉപദേശിച്ചിരുന്നതും തളർന്നവരെ ശക്തിപ്പെടുത്തിയതും ഓർക്കുന്നു. ദുരിതം വന്നപ്പോൾ, ഇപ്പോൾ ഇയ്യോബിന് തന്നെ കഷ്ടത വന്നപ്പോൾ അവൻ വിഷാദത്തിലായെന്നും ഭ്രമത്തിലായെന്നും എലീഫസ് പറയുന്നു. നീതിമാന്മാർ നശിക്കുമോ? എലീഫസ് ചോദിക്കുന്നു. നിർദോഷിയായവൻ നശിച്ചിട്ടുണ്ടോ? നേരുള്ളവർ മുടിഞ്ഞുപോയിട്ടുണ്ടോ? അന്യായം വിതയ്ക്കുന്നവർ അതിൻ്റെ ഫലമായി കഷ്ടത കൊയ്യുന്നു എന്നത് എലീഫസിൻ്റെ വിശ്വാസമാണ്. ദൈവം തൻ്റെ ദൂതന്മാരിലും കുറ്റം കാണുന്നവനാണ്. മനുഷ്യൻ എങ്ങനെ നീതിമാനാകുമെന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നു. എലീഫസ് ഒരു രാത്രി ദർശനം അനുഭവിച്ചെന്നും അതിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചൊരു ഗൂഢവചനം കേട്ടു എന്നും പറയുന്നു. ദൈവസൃഷ്ടിയിൽ മനുഷ്യന് നീതിമാനാകാൻ കഴിയുമോ? സൃഷ്ടാവിൻ്റെ മുമ്പിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ? ജോബ് 4-17 തിരുവചനം. ഇവിടെ നാം കാണുന്നത് ദൈവിക നീതിയും മനുഷ്യൻ്റെ പാപഭാവവും സംബന്ധിച്ചുള്ള തത്വചിന്തയാണ്. എലീഫസ് ഇയ്യോബിൻ്റെ ദുരിതം പാപത്തിൻ്റെ ഫലമാകാമെന്ന് സൂചിപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ ദുരിതം ദൈവിക ശിക്ഷയാണെന്നും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതാണെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. മനുഷ്യൻ്റെ കഷ്ടത സ്വാഭാവികമാണ്. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നത് എലീഫസിൻ്റെ ദർശനമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടത അനിവാര്യമാണെന്ന് ജോബിൻ്റെ 5-7 തിരുവചനത്തിൽ വ്യക്തമാക്കുന്നു. തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ദൈവം അന്യായികളെ ശിക്ഷിക്കുകയും ദരിദ്രരെ രക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് എലീഫസ് ഇയ്യോബിനോട് ഉപദേശിക്കുന്നു. 5-17 തിരുവചനത്തിൽ ജോബിനോട് ഇങ്ങനെ പറയുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. ദൈവം രക്ഷയും സംരക്ഷണവും നൽകുന്നു. ക്ഷാമം, യുദ്ധം, നാശം എന്നിവയിൽ നിന്ന് ദൈവം തൻ്റെ വിശ്വസ്തരെ രക്ഷിക്കുന്നു. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. 5-19 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.